ബാഹുബലി ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം അതൊക്കെ ഗ്രാഫിക്സ് ആണ്. ഇതിൽ ഒരു ഗ്രാഫിക്സും ഇല്ല. സ്ഥലം ഇതിൻ്റെ ആർട്ട് വളരെ നല്ല ആർട്ടാണ്. പണ്ട് ടി വിയിലൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്, എങ്കിലും പഴയ കണ്ടതിൻ്റെ ഓർമ്മയില്ല. ഇപ്പോൾ പുതിയതായിട്ട് കണ്ട സിനിമ കമ്പയറിംഗ് ടു ബാക്കി റീ റിലീസുകൾ ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റി വളരെ നന്നായിട്ടുണ്ട്. സൗണ്ട് ക്വാളിറ്റി അമേസിംഗ് ആണ്. കാരണം സാങ്കേതിക മികവൊന്നും ഇല്ലാതെ അന്ന് ഇത് ചെയ്തിരിക്കുന്ന സിനിമയുടെ ആ ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ വന്ന് കാണണം ഉറപ്പ്. ഇപ്പോഴത്തെ ജനറേഷൻ സപ്പോർട്ട് ചെയ്യണം, കാരണം ഇത് എപ്പിക് മൂവിയാണ്. മലയാളത്തിൽ ഇങ്ങനെ ഒരു എപ്പിക് മൂവി കുറവാണ്, ഉണ്ടായിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും നന്നായിട്ട് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് കിട്ടിയ സിനിമയല്ലേ, അപ്പോൾ ആ ഒരു അഭിനയം അതെ അതെ എക്സ്പീരിയൻസ് ഇവിടമില്ലേ, അത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. പുതിയ ടെക്നോളജിയിൽ കാണാൻ വേണ്ടി വന്നതാണ്. സൂപ്പറല്ലേ. പഴയ കാലത്തിൽ നമ്മളെന്ത് തന്നല്ലേ, നമ്മളെയൊക്കെ തിയേറ്റർ അനുഭവമൊക്കെ കാണാൻ വേണ്ടിയാണ്. സൂപ്പറായിരുന്നു കേട്ടോ. എടുത്തു പറയുന്നത് മമ്മൂക്കയെ കുറിച്ച് പറയണോ, പിന്നെ ഈ സിനിമ ഫോട്ടോഗ്രാഫിയൊക്കെ ആ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമാണ്. 4K സൂപ്പറാണ്, നല്ല ക്വാളിറ്റിയാണ്, എല്ലാവരും കാണാം. ഇതൊക്കെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എന്ത് പറയുന്നത്, ഇത്രയും ഒരു തിയേറ്ററിൽ തന്നെ വന്നിട്ട് കാണണം. അത് കാണണം, ഭയങ്കര സംഭവം. മിസ്സായവരെല്ലാം കറക്റ്റായിട്ട് ഉറപ്പായിട്ട് വന്ന് കണ്ടിരിക്കണം. തിയേറ്ററിൽ കണ്ടാലേ ആ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാവുള്ളൂ. നമ്മൾ ഇത്രയും ഒരു സാങ്കേതിക മികവൊന്നും ഇല്ലാതെ അന്ന് ഇത് ചെയ്തിരിക്കുന്ന സിനിമയുടെ ആ ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ വന്ന് കാണണം ഉറപ്പായിട്ടും. പറയാനും അധികം വാക്കുകൾ കിട്ടില്ല. എന്തായാലും സൂപ്പറായിട്ടും അടിപൊളി. പാടാണ് പാട്ടിന് തന്നെ ഒരു രക്ഷയില്ല. ഇനിയും വന്ന് കാണും, ഇനി മക്കളെയും കൊണ്ടുവന്ന് കാണിക്കണം എന്നാണ് ഒരു ആഗ്രഹം. അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല എക്സ്പീരിയൻസ് ആണ്. കുട്ടികൾക്കൊരു ഇതിനും കൂടെ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. അവർക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മുടെ ക്ലാസിക് ലെജൻഡ് സിനിമ എങ്ങനെ ഉണ്ടാവും എന്ന് ഒന്ന്. അന്ന് തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഓർമ്മയില്ല. അതെ ടി വിയിൽ കണ്ടിട്ടുണ്ട്. ടി വിയിൽ ഒരുപാട് വർഷം കണ്ടിട്ടുണ്ട്. പിന്നെ യൂട്യൂബിലുണ്ടായിരുന്നല്ലോ, അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ശരി, പക്ഷേ ഇത്രയും ഇല്ല. ഇതിൽ കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. ഓക്കെ. അതെ. പ്രത്യേകിച്ചും എന്താണ്, മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് കിട്ടിയ സിനിമയല്ലേ, അപ്പോൾ ആ ഒരു അഭിനയം അതെ എക്സ്പീരിയൻസ് ചെയ്യാൻ നന്നായിരുന്നു, എല്ലാം വളരെ നന്നായിരുന്നു. പണ്ട് ടി വിയിലൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്, എങ്കിലും പഴയ കണ്ടതിൻ്റെ ഓർമ്മയില്ല. ഇപ്പോൾ പുതിയതായിട്ട് കണ്ട സിനിമ കാണുന്നതിൻ്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ക്വാളിറ്റിയൊക്കെ നല്ല ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. സൂപ്പർ പടം. ഇറങ്ങിയിട്ട് അന്ന് തന്നെ കാണാൻ പറ്റിയതൊരു ഭാഗം. അവരൊക്കെ ഒന്നും കൂടെ ഒന്ന് കാണാൻ പറ്റും. പുതിയ പടം കണ്ടു അവർ തന്നെ. പുതിയ അനുഭവം. ഈ സിനിമ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ട സ്റ്റോറിയേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഈ പാട്ടൊക്കെ നമ്മൾ ഇപ്പോൾ ഹൈ ക്വാളിറ്റി 4Kയിലൊക്കെ യൂട്യൂബിലൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ അല്ലാതെ ടി വിയിൽ ഈ സിനിമ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുള്ളൂ. ഈ ബിറ്റായിട്ടേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാണുന്നത്. പക്ഷേ കമ്പയറിംഗ് ടു ബാക്കി റീ റിലീസുകൾ ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റി വളരെ നന്നായിട്ടുണ്ട്. സൗണ്ട് ക്വാളിറ്റി അമേസിംഗ് ആണ്. കാരണം അതിൻ്റെ നെഗറ്റീവ് ഇവർക്ക് വളരെ കഷ്ടപ്പെട്ട് നെഗറ്റീവ് കിട്ടി റീഡെവലപ്പ് ചെയ്ത് ഈ അവരുടെ പ്രൊഡ്യൂസേഴ്സ് സ്ക്യൂബ് മൂവീസ് ചെയ്തത് വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. ഇതിനെ ഇപ്പോഴത്തെ ആൾക്കാർ, ഇപ്പോഴത്തെ ജനറേഷൻ സപ്പോർട്ട് ചെയ്യണം. കാരണം ഇത് എപ്പിക് മൂവിയാണ്. മലയാളത്തിൽ ഇങ്ങനെ ഒരു എപ്പിക് മൂവി കുറവാണ്, ഉണ്ടായിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും നന്നായിട്ട് ബാഹുബലി ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം അതൊക്കെ ഗ്രാഫിക്സ് ആണ്. ഇതിൽ ഒരു ഗ്രാഫിക്സും ഇല്ല. സ്ഥലം ഇതിൻ്റെ ആർട്ട് വളരെ നല്ല ആർട്ടാണ്. കൃഷ്ണമൂർത്തി സാറിൻ്റെ ആർട്ട് അത് കണ്ടുപഠിക്കേണ്ടതാണ്. കാരണം ഇന്ന് ഇതിൽ കമ്പ്യൂട്ടറിൻ്റെ ഗ്രാഫിക്സോ ഒന്നുമില്ല. ഫുൾ പ്യുവർ ഹ്യൂമൻ എഫേർട്സാണ് ഇതിൽ മുഴുവനുള്ളത്. ബാഹുബലിയായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടില്ല. അത് ഫുൾ ഗ്രാഫിക്സും എഫക്ട്സും ആണല്ലോ ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ. ബട്ട് ഈ ജനറേഷൻ ഈ സിനിമ കണ്ട് വിജയിപ്പിക്കേണ്ടതാണ്. കാരണം ഇത്തരം മൂവീസ് നമുക്ക് റീമേക്ക് ചെയ്യണം. ഇനിയും ഇതുപോലത്തെ ഉണ്ടാവും മലയാളത്തിൽ. ഇത്രയും എഫോർട്ട് എടുത്ത് ഇത്രയും ഡീപ്പായിട്ട് റിസർച്ച് ചെയ്തിട്ടുള്ള സിനിമകളാണ് ഇതൊക്കെ. വളരെ നന്നായിരുന്നു. കൊള്ളാം. ഓൾറെഡി ഉണ്ട് പെർഫോമൻസ് കൊള്ളാം. ഞാൻ മെയിനായിട്ട് ഈ മൂവി കാണാൻ വന്നത് ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റി ഒന്ന് നോക്കാനായിട്ട്. പക്ഷേ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. റീ റിലീസുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല ക്വാളിറ്റിയാണ്. സ്വടിയത്തിനേക്കാളും കൊള്ളാം. ഓക്കെ, താങ്ക് യു. പടമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സബ്ജക്റ്റ് ആരാണ്? ഇതിൻ്റെ സബ്ജക്റ്റ് ചെയ്തത് തന്നെ മലയാള സിനിമയുടെ ആചാര്യനാണ് ചെയ്തേക്കുന്നത്. മലയാള കഥയുടെ MT വാസുദേവൻദാസ്. അദ്ദേഹം പൊലിഞ്ഞു പോയ സമയത്ത് ഇങ്ങനെ ഒരു സബ്ജക്റ്റ്, അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ് ഇവിടെ ഇങ്ങനെ 4Kയിലാക്കി ഇറക്കിയത് തന്നെ വളരെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടാണ്. നല്ല പടമാണ്. പടത്തിൻ്റെ കഥയും തിരക്കഥയും എല്ലാം ഇതിനകത്ത് വളരെ കൊണ്ട്
പ്രേംനസീർ സാറിന് ശേഷം മമ്മൂട്ടി, സുരേഷ് ഗോപി സാറും വളരെ നീറ്റായിട്ട് കൈകാര്യം ചെയ്ത ഒരു പുരാണ ചിത്രമാണ്. ഇത് കഴിഞ്ഞിട്ടും അതായത് ഏതൊരു 36 വർഷത്തോളമാവും, 36 വർഷമായി പടം വന്നിട്ട് ഇന്നും അതിൻ്റെ പുതുമ മാറിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാൻ തിയേറ്ററിലാക്കുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ കണ്ടിട്ടാണ് 4Kയുടെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആദ്യം ഞാൻ അന്ന് വളരെ ചെറുതായിരുന്നു. അതിനുശേഷം ഞാൻ റെൻറ്റിന് തിയേറ്റർ നടത്തിയപ്പം ഇത് കളിച്ചിട്ടുണ്ട്. ഞാനെടുത്ത് കളിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. ഗ്യാപ്പാറ്റ് കളിച്ചിട്ടുണ്ട്. അന്ന് കണ്ടേക്കാൾ ഇന്ന് ഈ 4Kയുടെ കളർ ചേഞ്ചാണ് അതിനകത്തുള്ളത്. റെക്കോർഡിങ് വളരെ അന്ന് നമുക്ക് ആ റെക്കോർഡിങ് മതി. ഇന്ന് തലമുറയ്ക്ക് ആ റെക്കോർഡിങ് സിസ്റ്റം മാറിയതിൻ്റെ പേർക്ക് ഇതേ പുതുമയ്ക്കുള്ളൂ. മറ്റു പല റെക്കോർഡിങ്ങിലിട്ട് വരില്ല. അങ്ങനെ ഒരു പടം വന്നിരുന്നു, വന്നത് വിജയിച്ചാതെ പോവുകയും ചെയ്തു. മലയാള സിനിമ വളരെ എന്താ പറയണത്, ഇതിൻ്റെ കഥയെ ജീവൻ നൽകിയാണ് ഇവർ പോരാടിയിരിക്കുന്നത്. അത് കഥയുടെ ആളും അത് തന്നെയാണ്. MT സാറിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കഥയുടെ ആചാര്യനല്ലേ അദ്ദേഹം. നമ്മെ വിട്ടുപോയ ഈ സന്ദർഭത്തിൽ ഇങ്ങനൊരു സബ്ജക്റ്റ് തിയേറ്ററിൽ കാണാനും ആൾക്കാർക്ക് കണ്ട് അതിനെ ആസ്വദിക്കാനും അവസരം തരുത്തിയ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ അതായത് PV വെങ്ങാര സാറ് ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്. എല്ലാം സൂപ്പർ ഒരു രക്ഷയില്ല. ഏറ്റവും അടിപൊളി എന്ന് തന്നെ പറയാം. കാരണം ഇന്നത്തെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ സിനിമകൾ കൊള്ളൂരെന്നല്ല പറയുന്നത്, എങ്കിലും ഇന്ന് ഈ സിനിമയ്ക്ക് പകരം വയ്ക്കാൻ സിനിമ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത്രയ്ക്ക് സൂപ്പർ. പിന്നെ മമ്മൂക്ക എന്ന് പറയുന്നത് വാക്കുകളില്ല, അത്രയ്ക്കും അടിപൊളി. എക്സലൻറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളി. എല്ലാം കൊള്ളാം. എല്ലാം നല്ല എന്തോ അതിൻ്റെ സൗണ്ട് എഫക്റ്റും അതിൻ്റെ പിക്ചറിൻ്റെ ക്വാളിറ്റിയൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. എല്ലാം സൂപ്പർ. എല്ലാം നല്ല ഹൈ ക്വാളിറ്റിയിലാക്കിയിട്ടുണ്ട്. എല്ലാം അടിപൊളി. പിന്നെ സൂപ്പർ അടിപൊളി. ഇത്രയും വർഷത്തിന് ശേഷം തിയേറ്ററിൽ ഇത് കണ്ടപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ഭയങ്കര അത് ഫീൽ ചെയ്യണം കേട്ടോ. എല്ലാവരും കാണാൻ പറയണം. ഇത്രയും എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരുടെയും പെർഫോമൻസും എല്ലാം ഇത് ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ നമ്മൾ സിനിമ TV കാണുന്നതാണല്ലോ. ആദ്യമായിട്ട് ഞാൻ തിയേറ്ററിൽ മമ്മൂക്കയ്ക്ക് ദേശീയ അവാർഡ് കിട്ടിയ പടമല്ലേ, പിന്നെ നല്ല സൂപ്പർ അടിപൊളി നല്ലതായിട്ട്. TV ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 89 ഞാൻ ഇവിടെ തിയേറ്ററിൽ കണ്ടതാണ്. അന്ന് എന്തോ അന്ന് കണ്ടതാ. 89 ഞാൻ കണ്ടതാ. പിന്നെ നല്ല വ്യത്യാസമുണ്ട്, നല്ല മാറ്റമുണ്ട്. ഇപ്പം കണ്ട പുതിയ പടം ഇറങ്ങിയവരുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ കണ്ടുള്ളൂ, ചെറിയ പ്രായത്തിൽ കണ്ടുള്ളൂ. പടം കുഴപ്പമൊന്നുമില്ല. ഡോൾബി സൗണ്ടിൻ്റെ സൗണ്ടേ ഉള്ളൂ. നമ്മുടെ പിക്ചർ ക്വാളിറ്റി അത്ര എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം ഇതിൻ്റെ ഇതുപോലെ ക്ലാരിറ്റി യൂട്യൂബിലൊക്കെ വന്നിട്ടുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു ബ്ലേഡ് വരുന്നുണ്ട്, അത് കുഴപ്പമില്ല. പടം എസ്പെഷ്യലി പാട്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആ സറൗണ്ടിങ് സൗണ്ടിൽ വരുന്നത് സൗണ്ടുണ്ട്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ചെയ്തിട്ടുണ്ട്. ആണ് ഇതിനിടയ്ക്ക് റിപ്പീറ്റായിട്ട് ഇപ്പോൾ ഈ ടീം യൂട്യൂബിലൊക്കെ അവർ ആദ്യമേ HD ചെയ്തിട്ടുള്ളതാണ്. ഈ പടം തന്നെ ഉള്ളതാണ്.